നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷ പഠനം അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വന്നേക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഈ ഭാഗം പഠിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. കഴിവിൻ്റെ പരമാവധി വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾക്കും അത് പ്രിപ്പയർ ചെയ്യാനും വായിക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇന്ന് വരെ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് ഈ വചനഭാഗം ഈ പ്രാവശ്യം പഠിക്കാനായിട്ട് പറ്റി എന്ന് വിചാരിക്കുകയാണ്. ഇനി അതിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും അറിയാനുമായിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു ദിവസം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു റിവ്യൂ പോലെ നമുക്ക് വെക്കാം. അത് ഏത് നിലയിൽ പ്രയോജനപ്പെട്ടു എന്നൊക്കെ പറയാനായിട്ടുള്ള അവസരം നിങ്ങളാരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കും ഉണ്ടാകും. നമുക്കൊരു റിവ്യൂ പോലെ നമുക്ക് നാളെ ഒരു ദിവസം വെക്കാം. അടുത്ത പുസ്തകം നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. വളരെ നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളെന്നും സുവിശേഷം നമ്മൾ ജാതികൾക്കല്ല, അത് യഹൂദന്മാർക്ക് വേണ്ടിയാണെന്നും അതുപോലൊക്കെയുള്ള പല ദുർവ്യാഖ്യാനങ്ങളും, അതുപോലെ വചനത്തിൽ ജാതികളെന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയ 10 ഗോത്രമാണെന്നും, അതുപോലെ യവനന്മാർ എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാർ മാത്രമാണെന്നും അല്ലാതെ ജാതികളല്ല എന്നുമൊക്കെ ഉള്ള വാദങ്ങൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറും പൂഴിമണലിന്മേൽ പണിത ബിൽഡിങ് പോലുള്ള ആർഗ്യുമെൻറ്റ്സ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ അതൊക്കെ നമുക്ക് പരിശോധിക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പഠനം. മാത്രമല്ല പാരമ്പര്യം, യഥാർത്ഥ പാരമ്പര്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ഏതാ? അത് ദൈവവചനത്തിൽ കാണുന്ന 1-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യമാണ് ഏറ്റവും വാലിഡായിട്ടുള്ള പാരമ്പര്യം. പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ, ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യം കഴിഞ്ഞിട്ടുള്ള പാരമ്പര്യമേ നമുക്കുള്ളൂ, അത് മതി എന്ന് നമുക്ക് മനസ്സിലാക്കാനും അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ആദിമ സഭ അനുഷ്ഠിച്ചതും അനുസരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും ലേഖനങ്ങളിലുമൊക്കെ നൽകിയിട്ടുള്ളതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി അത് പഠിക്കാനായിട്ട് വരും ദിവസങ്ങളിൽ ഇടയായി തീരട്ടെ. ഇന്നത്തെ ഈ ഭാഗം ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഇന്നലെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയൊക്കെ ആയിരുന്നു എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് മുഴുവൻ സമയം നമ്മൾ ഉപയോഗിച്ചില്ല ഇന്നലെ. എന്നാൽ തന്നെ ദൈവവചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ഞാൻ ഈ അധ്യായം വായിക്കുമ്പോഴും നമ്മൾ കുറച്ച് നാൾ മുന്നേ കർത്താവിൻ്റെ മിറക്കിൾസ് പഠിപ്പിച്ചപ്പോഴും ഈ 21-ാം അധ്യായത്തിലെ കർത്താവ് ഇവിടെ മീൻ പിടിക്കാനായിട്ട് അവർക്കിടയായിത്തീരുന്ന അത്ഭുതം നമ്മൾ ധ്യാനിച്ച സമയത്തും ഞാൻ ഒത്തിരി ഇരുന്ന് ആലോചിച്ച് ഒരു കാര്യമാണ്, ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞിട്ടും ഈ പത്രോസ്ലീഹ ഇങ്ങനെ ഒരു ഇൻഡിഫറൻറ്റ് ബിഹേവിയർ കാണിക്കാനുള്ള കാര്യം എന്താ? ഈ ശിഷ്യന്മാർ കൂടെ പോയ 6 പേര് അവരും ഇങ്ങനെ ഒരു ഇൻഡിഫറൻറ്റ് ബിഹേവിയർ കാണിക്കാനായിട്ട് കാര്യം എന്താണ്? പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ എതിർക്കുക ഇല്ലെങ്കിൽ അനുകൂലിക്കുക. ഡോണ്ട് ബി ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അനുകൂലിക്കുന്നുമില്ല പ്രതികൂലിക്കുന്നുമില്ല, നേരെ കർത്താവിന് വിട്ടേച്ച് പോകുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ബിഹേവിയറാണ് അവിടെ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ ഈ ഭാഗം ചിന്തിക്കുമ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. വളരെ വലിയ വായിൽ ഞാൻ മറ്റാരും ഉപേക്ഷിച്ച് പോയാലും ഞാൻ ഉപേക്ഷിച്ച് പോകത്തില്ലെന്നും, കർത്താവെ നിനക്കെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എൻ്റെ മേത്ത് ചവിട്ടിയിട്ടല്ലാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്നും, ആ നിലയിൽ വലിയൊരു കൂട്ടം സൈനികരോട് വാളെടുത്ത് പോരാടാൻ വരെ ഒരുങ്ങിയ വ്യക്തിയായിരുന്നു പത്രോസ്ലീഹ എന്നും. എന്നാൽ ഇതേപോലെ കർത്താവ് കൂട്ടിവെച്ചതുപോലൊരു തീയുടെ ചുറ്റും ഇരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞെന്നും, അത് നമ്മൾ പിന്നെ വായിക്കുന്നത് അവൻ പുറത്തുപോയി കോഴി കൂവിയത് കേട്ട് കർത്താവ് അവനെ തിരിഞ്ഞു നോക്കി അവൻ കൈപ്പോടുകൂടെ കരഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ കൈപ്പോടുകൂടെയുള്ള കരച്ചിൽ എന്തുമാത്രം ആഴമുള്ളതായിരുന്നു എന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഇത്രയും സ്വയം ഉയർത്തിപ്പറയുകയും സ്വന്തം വിശ്വാസത്തെയും സ്വന്തം കർത്താവിനോടുള്ള ബന്ധത്തെയും ഒക്കെ ഇത്ര പോസിറ്റീവായിട്ട് ഹൈലൈറ്റ് ചെയ്ത ഈ വ്യക്തിക്ക് സംഭവിച്ച ആ പരാജയത്തിൻ്റെ പുറത്ത് നമുക്കറിയാം, നമ്മൾ സ്വയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുമ്പം നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ നമ്മളെപ്പറ്റി തന്നെ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. എന്നാൽ പരാജയപ്പെട്ട് കഴിയുമ്പോൾ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ പോവുകയും നമ്മളെ തന്നെ നമ്മൾ പിന്നെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാത്ത നിലയിൽ
നമ്മൾ വളരെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നതായിട്ടും ലോകപ്രകാരം അങ്ങനെ സംഭവിക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു പക്ഷേ പത്രോസ്ലിയായ ഇത്രയൊക്കെ കർത്താവ് തനിക്ക് വെളിപ്പെട്ടു, ഇതിനു മുന്നേ 3 പ്രാവശ്യം വെളിപ്പെട്ടു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ചിലരത് 11 പറയുന്നു, ചിലർ 12 പറയുന്നു. അത്രയും പ്രാവശ്യം കർത്താവ് വെളിപ്പെട്ടതായിട്ടുള്ള റെക്കോർഡ്സ് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കെ പിന്നെയും ഇങ്ങനെ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞ് പോയതിൻ്റെ കാര്യം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയത്തിൻ്റെ ആ വലിയ ആഴമായിരിക്കാം. ഒരുപക്ഷെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനോ ഈ കർത്താവിനെ പിൻപറ്റാനോ ഈ കർത്താവിൻ്റെ മകനായിട്ടിരിക്കാനോ ഒരു ഗുണവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിയലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോയതെന്ന് സംശയിക്കത്തക്ക ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ അവിടെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു മിനിറ്റ്. ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം പരാജയപ്പെട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് കൂടെയുള്ള ശിഷ്യന്മാരുടെ മുന്നിൽ അവർ ഇദ്ദേഹത്തെ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ എന്തോ അങ്ങനെ തരം പറ്റിയ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ തള്ളിപ്പറഞ്ഞ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പല റീസണുകളും പല കാര്യങ്ങളും പറഞ്ഞു കാണാം എന്നൊക്കെ നമുക്കറിയാം. എന്ന് മാത്രമല്ല നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും, പത്രോസ്ലേഹ എപ്പോഴും ഒരു നേതാവാകണം, താനാണ് അഗ്രഗണ്യൻ എന്ന് സ്വയം ചിന്തിക്കുകയും അങ്ങനെ തന്നെ പെരുമാറുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ മാറത്ത് ചാരിയ ശിഷ്യൻ എപ്പോഴും പത്രോസ്ലിഹായ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിരുന്നു എന്ന് ചിന്തിക്കത്തക്ക ചില സാഹചര്യങ്ങളുണ്ട്. അതും ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. കാരണം ഓട്ടത്തിനിടയിൽ, കല്ലറയ്ക്കലുള്ള ഓട്ടത്തിനിടയിൽ മറ്റേ ശിഷ്യനെ പത്രോസ്ലിഹായേക്കാൾ വേഗത്തിലോടി, അതുപോലെ കർത്താവിൻ്റെ മാറോട് ചേർന്ന് ആരാണ് ഈ കാണിച്ചു കൊടുക്കുന്നവനെന്ന് ചോദിച്ച നിമിഷങ്ങൾ, അതുപോലെ മറുരൂപമലയിൽ കയറിപ്പോയപ്പം പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഈ സാഹചര്യങ്ങളിലെല്ലാം ഇദ്ദേഹവും കൂടെ ഉണ്ട്. അവരിന്ന് മറുരൂപമലയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന സമയത്താണല്ലോ ആര് വലിയവൻ എന്നുള്ളൊരു തർക്കം അവരുടെ ഇടയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ തക്കതവണ്ണമുള്ള ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ഇങ്ങനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനല്ലാതെ പിന്നെ ആരാ നേതാവ് എന്ന് ഒരുപക്ഷെ ചിന്തിക്കത്തക്ക ആ നിലയിലും ഒരുപക്ഷെ ചിന്തിക്കാനായിട്ട് കഴിയുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് ചില ചോദ്യങ്ങൾ പത്രോസ്ലിയ ചോദിക്കുന്നത് എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം. കാരണം എന്നാൽ നമുക്ക് കാണാനായിട്ട് കഴിയും, ക്രൂശിൻ്റെ ചുവട്ടിലും ആ സ്നേഹിച്ച ശിഷ്യനുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയ അടക്കമുള്ള സ്ത്രീകൾ ചിലർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, ഈ പരാജയത്തിൻ്റെ അത്ര വലിയ ശക്തമായ പരാജയം, ഇത്രയും പേരുടെ മുന്നിൽ തള്ളിപ്പറഞ്ഞ ആ പരാജയം പത്രോസ്ലിഹായെ ഏത് നിലയിൽ തകർത്ത് കാണും എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അന്നത്തെ കാലയളവ് അനുസരിച്ച് ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്, അതുപോലെ നമുക്ക് കാണാൻ കഴിയും, ഒരു തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. തീ കാഞ്ഞ് അവരുമായിട്ടൊക്കെ കൂട്ടായിട്ടിരുന്ന് പല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഈ പരിചാരകയായ സ്ത്രീ വന്ന് ചോദിച്ചത്, നിന്നെ കണ്ടിട്ട് ആ കൂട്ടത്തിലുള്ളവരാണെന്ന് തോന്നുന്നില്ല, നീയും അവരുടെ കൂട്ടത്തിലല്ലയോ എന്ന് ചോദിക്കുന്ന സമയത്താണ് തള്ളിപ്പറയുന്നതെന്ന് പ്രത്യേകം പ്രസ്താവ്യമാണ്. അപ്പോൾ ഇവിടെയും കർത്താവ് അതുപോലെ അവർക്ക് ആ കരയിൽ ഒരു തീയൊക്കെ കൂട്ടിവെച്ച് ആ കടലിലെടുത്ത് ചാടിയ പത്രോസ്ലിയായ്ക്ക് തീയൊക്കെ കാഞ്ഞൊന്ന് ചൂടാകാനുള്ള ഒരു സാഹചര്യമൊക്കെ അവിടെ തന്നെ ഒരുക്കി വെച്ചിട്ട് അതുപോലൊരു സെറ്റിങ്ങിലാണ് കർത്താവ് പിന്നെയും അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് കാണുമ്പോൾ വളരെ നമുക്കത് എനിക്ക് തോന്നുന്നു നമുക്ക് ന്യായമായി ചിന്തിക്കാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് കടന്നു വന്നതിനും കർത്താവ് അവരെ മീറ്റ് ചെയ്തതിന് പ്രധാനപ്പെട്ട കാര്യം ഈ പരാജയ ഭീതിയിൽ നിന്നും ആ പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ഇനി ഒരിക്കലും ഒരുപക്ഷെ എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ആഴമായ ചിന്തയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പത്രോസ്ലിഹായെ വീണ്ടും തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കാനും, മോനെ നീ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് യൂസ്ലെസ് ഒന്നും ആയിട്ടില്ല, നീ തള്ളിപ്പറഞ്ഞ നിന്നെ തന്നെ ഉപയോഗിക്കാനാണ് എൻ്റെ പദ്ധതി എന്നുള്ളത് കർത്താവ് തെളിയിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് പലപ്പോഴും അത് നീ എന്നെ ഇത്ര തള്ളിപ്പറയുകയും പ്രാകുകയും ശപിക്കുകയും ഒക്കെ ചെയ്തല്ലോ, അതേ നിന്നെ തന്നെ ഉപയോഗിക്കാനാണ് എൻ്റെ പദ്ധതി എന്ന് കർത്താവ് തെളിയിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക്, എന്ന് മാത്രമല്ല തന്നോട് കൂടെ വേറെ ശിഷ്യന്മാരുടെ പേരും നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അവരുടെയൊക്കെ മുന്നിൽ വെച്ച്
പിന്നെയും ആ കർത്താവ് അവനെ കമ്മീഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അന്നത്തെ ആ ഒരു രീതി അനുസരിച്ച് ഈ വളരെ എനിമിറ്റിയിൽ പോയ രണ്ടുപേര് തമ്മിൽ രാജിയാകുന്നതിൻ്റെ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നതിൻ്റെ ഒരു രീതിയായിരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പം കർത്താവ് അവര് കരയിലേക്ക് വന്നപ്പോൾ അവിടെ കാണുന്നത് പ്രാതൽ ഒരുക്കി വെച്ചതായിട്ടും അപ്പവും അതുപോലെ മീനും അവിടെ ഒരുക്കി വെച്ചതായിട്ട് നമ്മൾ കാണുക. അപ്പൊ കർത്താവ് അവർക്ക് വേണ്ടി ഒരു പ്രാതൽ ഒരുക്കി വെച്ചിട്ട് തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ പ്രത്യേകം അവിടെ അദ്ദേഹം അവിടെ ഉള്ളതായിട്ടും മറ്റു ശിഷ്യന്മാരുള്ളതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് പ്രാതൽ കഴിക്കുന്ന ഒരു അനുഭവം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറയുന്ന ഹയസ്റ്റ് ഫോം ഓഫ് ഒരു കൊയിനോനിയ, ഒരു കൂട്ടായ്മയുടെ ഒരു ഏറ്റവും ഹൃദ്യമായ അനുഭവം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ആയിരുന്നു എന്നുള്ളത് അന്നത്തെ ആ സംസ്കാരത്തിൽ നിന്നും ആ പറഞ്ഞിരിക്കുന്ന വിധത്തിൽ നിന്നും നമുക്കൊരു പക്ഷേ അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവനെ വിളിച്ച് അവന് വേണ്ടി പ്രാതലൊരുക്കി അവനെയും കൂടെ കൂട്ടിയിരുത്തി ചില കാര്യങ്ങൾ ഹൃദ്യമായിട്ട് അവനോട് ചോദിക്കുന്ന കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഒരു പക്ഷേ എന്തുകൊണ്ട് പത്രോസ്ലിയ പിന്മാറിപ്പോയി എന്നുള്ളതിന് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു ചെറിയ ലളിതമായിട്ടുള്ള ഉത്തരം, അല്ല പിന്മാറിപ്പോയി എന്നല്ല, ഇത്ര അറിഞ്ഞിട്ടും പിന്നെയും ഇങ്ങനെ പോയതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് കർത്താവ് അവിടെ വന്ന് ഇങ്ങനെ ഹൃദ്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കറിയാം. 3 പ്രാവശ്യം പത്രോസ്ലിയ തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം ഇവിടെ ഏറ്റു പറയുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ വളരെ കാരണം ഏതൊക്കെ നിലയിൽ അവൻ തള്ളിപ്പറഞ്ഞോ അതിൻ്റെ ഒക്കെ നമ്മൾ കേട് തീർക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെയൊക്കെ പരിഹാരം എന്നോണം 3 പ്രാവശ്യം കർത്താവിനെ ഏറ്റുപറയുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അവരോട് കൂടെ പ്രാതൽ കഴിച്ചു എന്നുള്ളൊരു സംഗതിയാണ് നമുക്കവിടെ കാണാനായിട്ട്. മാത്രമല്ല മത്തായിയുടെ സുവിശേഷം നമ്മൾ 28-ാം അധ്യായം വായിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഇനി ഗലീലയിൽ വെച്ച് ഞാൻ കാണും എന്നവരോട് പറയുന്ന ഭാഗങ്ങൾ അതിൻ്റെ 28-ാം അധ്യായം 7-ാം വാക്യം 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവരോട് പറയുകയാണ്, നിങ്ങളിനി ഞാൻ ആ വാക്യം വായിക്കും, 28-ാം അധ്യായം 7-ാം വാക്യം, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവിൻ, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. 10-ാം വാക്യം, യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, ഞാൻ അവരെ അവിടെ വെച്ച് കാണും എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഗലീലയിൽ വെച്ച് കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അത് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട്. മാത്രമല്ല ഇവിടെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്ന യേശുവിനോട് ചോദിക്കുന്ന കാര്യം കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി പറഞ്ഞല്ലോ. അവിടെ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന 110 പ്രാവശ്യം എങ്ങാണ്ട് ഈ അഗപ്പാവോ എന്ന് പറയുന്ന വേർഡ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ബന്ധത്തെ കാണിക്കുന്ന ഒരു കാര്യമാണെന്നും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ദാസൻ അവസാനത്തെ ഇതായിട്ടത് പറഞ്ഞു. ആത്യന്തികമായിട്ട് ക്രിസ്തീയ ജീവിതം എന്താ? ആത്യന്തികമായിട്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് കർത്താവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ്. അത് കുറേ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണം, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്നുമുള്ള കാര്യങ്ങളല്ല. ഞാൻ ക്രിസ്തുവിലേക്ക് നടത്തിയ ഒരു സഹോദരി എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വല്ലപ്പോഴും വിളിക്കും. അവരെ കുടുംബമായിട്ട് വേറെ ദേശത്ത് താമസിക്കുക. അവരെ ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പെട്ടെന്ന് പറയും, പാസ്റ്ററെ ഞാനിതുപോലെ ഇതൊക്കെ ചെയ്തു, ഞാനിതുപോലെ ദൈവവേലയ്ക്ക് കൊടുത്തു, ഞാനിതുപോലെ ഉപവസിച്ചു, ഞാനിതുപോലെ പ്രാർത്ഥിച്ചു. അവർ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ലിസ്റ്റ് എനിക്ക് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കും എന്നോട്. ഞാനിതൊക്കെ ചെയ്തു പാസ്റ്ററെ. അപ്പം നന്നായി സഹോദരി ആത്മീയമായിട്ട് നല്ലപോലെ വളരുന്നുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവരുടെ ലിസ്റ്റ് നീളും തോറും എനിക്ക് നിരാശയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങളെ അവർ നന്നായിട്ട് അറിയുന്നു. എന്നാൽ അതിലും ഉപരിയായിട്ട് ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ എന്നോട് കാണിച്ച സ്നേഹത്തിന് പകരമാകത്തില്ല പാസ്റ്റർ ഇതൊന്നും. അത്ര വലിയ സ്നേഹമാണ് അവൻ എന്നോട് കാണിച്ചത് എന്നൊരു വാക്ക് ഈ സഹോദരി പറയുമോ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് കേൾക്കാതെ വരുന്നതിൽ എനിക്ക് നിരാശയും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിലൊന്നും അല്ല ഈ കർത്താവിനോടുള്ള ബന്ധം ആയിരിക്കുന്നത്.
അത് ഇത്രയൊക്കെ ഞാൻ ചെയ്തെങ്കിലും അതൊക്കെ അപ്രയോജനപ്രത്യനെ പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇടയായി തീരുന്നതാ. എന്നാലും കർത്താവെ, നീ ക്രൂശിൽ കാണിച്ച ആ സ്നേഹത്തോട് ഉപമിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ആ സ്നേഹത്തിന് തക്കവണ്ണം നിന്നോട് ഇതുവരെ പ്രതികരിക്കാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല എൻ്റെ കർത്താവെ എന്നൊരു ദൈവപൈതൽ പറയുന്നിടത്താ അവൻ്റെ ശിഷ്യത്വം വെളിപ്പെടുന്നത്, അവൻ്റെ വിശ്വാസം വെളിപ്പെടുന്നത്, അവൻ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവൻ കൃപയിലാണ് ജീവിക്കുന്നതെന്ന് വെളിപ്പെടുന്ന വാക്കുകൾ എപ്പോഴും അതുതന്നെയാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഇത് ചെയ്യുന്നതൊന്നും അധികപ്പറ്റുമല്ല. ആ കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹത്തോട് ഒരുമിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താ? അതിനെ എന്തെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടി വല്ല ആവശ്യമുണ്ടോ? ഇതുവരെ അവൻ്റെ ആ സ്നേഹത്തിന് പകരമായിട്ട് മീനിങ് ഫുള്ളായിട്ട് അവൻ ആഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? എന്നാൽ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പം നമ്മുടെ സ്വയനീതി ഇങ്ങനെ കൂടുകയും അത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെയും മറ്റ് സഹോദരങ്ങളോടുള്ള ബന്ധത്തെയും ഈ സ്വയനീതി ബാധിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഈ സ്വയനീതിയുടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നില്ല എങ്കിൽ നമുക്കറിയാം, പത്രോസ്ലിയ തള്ളി പറയുന്നത് വരെയും അതുപോലുള്ള ഒരു അനുഭവത്തിലായിരുന്നു. താൻ കർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നു, താൻ ഈ ലോകത്തില്ലെങ്കിൽ കർത്താവിൻ്റെ കാര്യം അപകടത്തിലാകും എന്നുള്ളൊരു നിലയിലാണ് അദ്ദേഹം ചിന്തിച്ചു പോയിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് അത് ആത്യന്തികമായിട്ട് അതൊരു സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധമാണെന്ന് മനസ്സിലാക്കാത്ത ആരും ക്രിസ്തീയ ജീവിതത്തിൽ വേര് പിടിക്കാൻ പോകുന്നില്ല. ഒരിക്കലും കർത്താവിന് വേണ്ടി ഫലകരമായിട്ട് ജീവിക്കാനും അവർക്ക് കഴിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാമല്ലോ, എത്രയോ ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. നമ്മൾ ദൈവവചനത്തിൽ ഒരു ശാസ്ത്രി വന്ന് കർത്താവെ ഏറ്റവും വലിയ കൽപ്പന എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അതിന് ഉത്തരം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് എഴുതിയേക്കുന്നത്. അറിയാതെ ഞാനും തെറ്റായ കാര്യമാണ് പറയാൻ വന്നത്. സേവിക്കണം എന്നാണ് നമ്മളൊക്കെ സാധാരണ പറയുന്നത്. സേവിക്കണം എന്ന് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ആ ഭാഗത്ത് എങ്ങാനും സേവിക്കണം എന്നാണോ എഴുതിയേക്കുന്നത്? അല്ല, സേവിക്കണം എന്നല്ല എഴുതിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോകാനായിട്ട് കഴിയും. എന്നാൽ അവിടെ പറഞ്ഞേക്കുന്ന കാര്യം നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ഒരു കൽപ്പനയായിട്ട് അത് തന്നേക്കുക. ഈ കൽപ്പന അനുസരിക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സൊരുക്കി കഴിയുമ്പം ഈ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. ഈ സ്നേഹിക്കണം എന്നാ പറഞ്ഞത്. കാരണം ദൈവവുമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്, നമ്മുടെ പെർഫോമൻസിൽ അധിഷ്ഠിതമല്ല. പെർഫോമൻസ് അധിഷ്ഠിതമായിട്ട് ഉള്ളൊരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവസന്നിധിയിൽ അവൻ്റെ കൃപയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കത്തില്ല. പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ നമുക്കറിയാമല്ലോ. 2 കൊരിന്ത്യർ 5:14 അദ്ദേഹം പറയുന്നത് താൻ ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെ ആ 4-ാം അധ്യായത്തിൽ പറയുകയും 3-ാം അധ്യായം 2 കൊരിന്ത്യർ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ഞങ്ങളെ പ്രാപ്തരാക്കി. ഈ ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഇത് നൽകപ്പെട്ടിരിക്കുന്ന മൺപാത്രങ്ങളിലാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം താഴെ പറയുകയാണ്, കൂടാരമായ ഈ ഭൗമഭവനത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഞരങ്ങുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിച്ച ശേഷം തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യമാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, അനേകർക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും 5:14 അപ്പൊ താൻ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ആകത്തുകയായിട്ട് പൗലോസ് പറയുന്നത്, ഇത് ഞാൻ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാതെ കടമ നിറവേറ്റാനെന്ന വണ്ണം ചില കൽപ്പനകൾ കഴിയാത്ത ഞാൻ തീരെ ഗത്യന്തരമില്ലാതെ നിവർത്തിച്ചു പോകുന്ന ഒരു അനുഭവമല്ല. അവൻ്റെ സ്നേഹത്തിന്റെ തിരത്തള്ളൽ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അവൻ്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു എന്നവിടെ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എത്ര ഹൃദ്യമായ ഒരു അനുഭവമാണ് പറയുന്നത്. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ 2 സ്ഥലത്ത് വായിക്കുന്നുണ്ട്. ഒരിടത്ത് നമ്മൾ ഗലാത്യ ലേഖനം 5:5 വായിക്കുന്നത്, യേശുക്രിസ്തുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം, അതുപോലെ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. 6:15 5:5 തോന്നുന്നു നമ്മൾ വായിക്കുന്നത്, അത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം.
അപ്പൊ മലയെ നീക്കാൻ തക്കത്ത വിശ്വാസമല്ല അവിടെ പറയുന്നത്, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് പൗലോസ് അവിടെ പറയുന്നത് നമുക്ക് അങ്ങനെ അനേക വാക്യങ്ങളുണ്ട്. മത്തായി 22:37 കർത്താവ് പറയുന്നത്, മർക്കോസ് 12:30 പറയുന്നത്, ലൂക്കോസ് 10:27, പല സ്ഥലങ്ങളിൽ ഈ ദൈവസ്നേഹത്താൽ ഹയസ്റ്റ് ഫോം ഓഫ് ലവ് കൊണ്ട് അഗപ്പാവോ എന്ന് പറയുന്ന ആ അഗപ്പേ എന്ന് പറയുന്ന ആ സ്നേഹ ബന്ധമായിരിക്കണം ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി അത് നന്നായിട്ട് വിവരിച്ചു. അവിടെ ചിലർ പറയുന്നത് ഗ്രീക്കിൽ 4 പദങ്ങളുണ്ട്. സ്റ്റോർജെ എന്ന് പറയുന്ന ഒരു പദം കൂടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ചോദിക്കുന്ന ഫീലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഫിലദൽഫിയ, ഫിലിയോ എന്നൊക്കെയുള്ള ഇത് അതിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എനിക്ക് അതുണ്ട്, നിനക്ക് എന്നോട് പ്രിയമുണ്ട് എന്ന് 2 പ്രാവശ്യം ചോദിക്കുമ്പോഴും പറയുന്നു. 3-ാം പ്രാവശ്യം കർത്താവ് അവനോട് ചോദിക്കുന്നത്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുക. എന്തുകൊണ്ട് ഈ 3 പ്രാവശ്യം ഇത് പറഞ്ഞു? ഇത്ര പബ്ലിക്കായിട്ട് ഇത് ചോദിക്കാവോ? അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ രഹസ്യത്തിൽ കൊണ്ടുപോയി, എടാ പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. പരസ്യമായിട്ട് തള്ളി പറഞ്ഞതിന് പരസ്യമായിട്ട് തന്നെ അത് ഏറ്റു പറയേണ്ടത് വളരെ ആവശ്യം. 3-ാം പ്രാവശ്യം അദ്ദേഹം ദുഃഖിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യങ്ങളും കർത്താവിനോടുള്ള ഇതുപോലുള്ള ബന്ധം ഒക്കെ വെളിപ്പെടുത്താൻ പലപ്പോഴും ആഗ്രഹിക്കാത്തവരാണ് നമ്മളൊക്കെ. കൂടുതൽ മലയാളികളൊക്കെ എന്ന് പറയുമ്പം സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് അത് പ്രകടിപ്പിക്കാതെ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. കാരണം ഒന്ന് കരയുകയോ കണ്ണുനീർ പൊഴിക്കുകയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ വികാരാധീനനാവാതെ കഴിവതും ഒരു സ്റ്റേൺ മൈൻഡോടുകൂടെ ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാം, നമുക്കറിയാം. എന്നാൽ കർത്താവ് ചില സമയങ്ങളിൽ നമ്മൾ തകരാനും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവെ നിനക്ക് പ്രസാദമുള്ളത് തകർന്നിരുന്നുറുങ്ങിയിരിക്കുന്ന മനസ്സിനെ, ഹൃദയത്തെ നീ നിരസിക്കയില്ലല്ലോ എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ തകരുന്നതും ചില സമയങ്ങളിൽ നമ്മൾ കരയുന്നതും ചില സമയങ്ങളിൽ വികാരാവേശത്തിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നതും കർത്താവിന് ഇഷ്ടമാണ്. എത്ര തീക്ഷ്ണതയോടുകൂടിയാ തള്ളി പറഞ്ഞ്, എന്നാൽ അതേ തീക്ഷ്ണതയോടുകൂടെ തന്നെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച്, ഈ സഹോദരങ്ങളുടെ മുന്നിൽ വെച്ച് ഏറ്റുപറയാനും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക, പത്രോസിനെ കുറിച്ച് ആഗ്രഹിക്കുക. അത് രഹസ്യത്തിൽ കൊണ്ടുപോയി ചോദിക്കേണ്ട കാര്യമൊന്നുമല്ല. കാരണം തള്ളി പറഞ്ഞപ്പോൾ അത് പരസ്യമായിട്ടാണ് തള്ളി പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പലപ്പോഴും തള്ളിപ്പറച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ, പത്രോസ്ലിഹ 3 പ്രാവശ്യം പറഞ്ഞെങ്കിൽ എത്രയോ അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തള്ളിപ്പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്നും പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പല നിലകളിൽ, പല നിലവാരങ്ങളിൽ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും ഈ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കർത്താവിന് ജീവിതത്തിൽ 2-ാം സ്ഥാനം പോയിട്ട് 3-ാം സ്ഥാനം പോയിട്ട് 4-ാം സ്ഥാനം പോലും കൊടുക്കാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും ശിഷ്യന്മാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ജീവിതത്തിലെ പരമപ്രധാനമായ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം, സകലത്തിനേക്കാൾ ഉന്നതമായ സ്ഥാനം ആണോ കർത്താവിന് കൊടുക്കുന്നത്? കർത്താവ് പറഞ്ഞു, എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് നീ യോഗ്യനാകണമെങ്കിൽ എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിച്ചേ പറ്റൂ. എല്ലാറ്റിനേക്കാൾ വലുതായിട്ട് നീ എന്നെ സ്നേഹിച്ചേ പറ്റൂ. അപ്പനേക്കാൾ, അമ്മയേക്കാൾ, നിനക്ക് ലാഭമായിരിക്കുന്ന മറ്റുള്ള ഇതിനേക്കാളൊക്കെ നമുക്കറിയാമല്ലോ, നീ ഇവയിലൊക്കെയും ഇവരിലധികമായി എന്ന് ആദ്യം ചോദിക്കുന്നു. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. പിന്നെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. നമുക്കറിയാം 3 പ്രാവശ്യം അത്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ് എന്നാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്. ഇവയേക്കാളെല്ലാം അധികമായി. അപ്പം അതിൽ എന്തെല്ലാം പെട്ടു? പടക് പെട്ടു, വല പെട്ടു, കൂട്ടുകാർ പെട്ടു, ഫാമിലി മെമ്പേഴ്സ് പെട്ടു, എല്ലാം അതിൻ്റെ ഉള്ളിൽ പെട്ടു. ഇവയേക്കാളെല്ലാം അധികമായി, ഇവരെക്കാളെല്ലാം അധികമായി. ഏതിനാ പ്രയോറിറ്റി കൊടുക്കുന്നത്? പ്രയോറിറ്റി കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു തള്ളിപ്പറച്ചിൽ തന്നെയാണ്. കർത്താവിന് ആ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ മുട്ടുകൾ വിറച്ചിട്ടുണ്ടോ? മുഴങ്കാലുകൾ തളർന്നിട്ടുണ്ടോ? കൈകൾ കുഴിഞ്ഞു പോയിട്ടുണ്ടോ? കർത്താവ് ആ നിലയിൽ അതിനെ സ്റ്റേൺ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വിവാഹാലോചന നടക്കുമ്പോൾ
ഒരു പെൺകുട്ടി ഭാവി പ്രതിസുത വരന് ഇങ്ങനെ എഴുതി, നിങ്ങളുടെ ഭാര്യ ആയിരിക്കാനായിട്ട് എനിക്ക് യോഗ്യതയില്ല, കാരണം അതിനുള്ള യോഗ്യതയില്ല, ഒരു ദൈവദാസന്റെ ഭാര്യ ആയിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ യോഗ്യതയില്ലായ്മയെ യോഗ്യതയായിട്ട് കാണുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അതാണ് അതിൻ്റെ രസം. നമ്മുടെ യോഗ്യതയില്ലായ്മയെ കർത്താവെ ഒരു നിലയിലും എനിക്ക് ഇന്ന കഴിവുണ്ട്, അതുകൊണ്ട് നീ എന്നെ നിന്റെ ശിഷ്യന്മാരുടെ എല്ലാം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആക്കി വെച്ചേക്കണം, എന്നീ ശിഷ്യന്മാരുടെ കാര്യമല്ല ഞാൻ നോക്കിക്കോളാം, എൻ്റെ കയ്യിലോട്ട് തന്നേര്, അവന്മാരെയൊക്കെ ട്രെയിൻ ചെയ്ത് ശരിയാക്കുന്നേര് ഞാൻ ഏറ്റു എന്ന് പറയുന്ന ആൾക്കാരെ അല്ല, മറിച്ച് കർത്താവെ എനിക്ക് നിന്റെ ശിഷ്യനായിരിക്കാനോ നിന്നെ പിൻഗമിക്കാനോ നിന്റെ വേല ചെയ്യാനോ ഒരു കഴിവുമില്ല എന്ന് പറയുന്നവനെ തന്നെയാ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് നിന്റെ അയോഗ്യത, ദൈവസ്നേഹത്താൽ വിളിക്കപ്പെട്ടവനും അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന നിന്റെ ജീവിതത്തിൽ ചില പരാജയങ്ങളുടെ മുഖത്ത് ഇനി ഞാൻ എങ്ങനെ എൻ്റെ കർത്താവിനെ സേവിക്കും, ഞാൻ യോഗ്യനല്ല എന്ന് പിന്തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന നിന്നോട് തന്നെയാണ് കർത്താവിന് ഇടപെടാനുള്ളത്, നിന്നെ തന്നെയാണ് കർത്താവിന് ഉപയോഗിക്കാനുള്ളത്, നിന്നെ തന്നെയാ സ്റ്റേണായിട്ട് കർത്താവ് നിർത്താൻ ആഗ്രഹിക്കുന്നത്, നിന്നെ തന്നെയാ ദൈവം തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കാൻ ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുക. പത്രോസിനെ, നീ ഇതിനേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവനെ സാക്ഷിക്കാനായിട്ട് അവൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കലപ്പയ്ക്ക് കൈവയ്ക്കുന്ന ഒരുത്തൻ അവൻ ഇതിനേക്കാളെല്ലാം, അവന് ലാഭമായിരിക്കുന്നതിനേക്കാളെല്ലാം ഉന്നതമായിട്ട് അതിനെയൊക്കെ ഛേദമെന്ന് എണ്ണുന്ന ഒരു നിലവാരത്തിലും തൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എന്ന് പറയുന്നത് പോലെ അവന്റെ മുന്നിലുള്ള ദൈവത്തിന്റെ വലിയ വിളി, അവനെ ദൈവം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കമ്മീഷൻ എത്രയോ നാള് പത്രോസ്ലീഹ ഹൃദയത്തിൽ ആഗ്രഹിച്ചു. എനിക്ക് പല കഴിവുകളും ഉണ്ട്, എന്നെ ഈ കർത്താവ് ഉപയോഗിക്കണം, ഈ കർത്താവ് എന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ തരികയാണെങ്കിൽ ഞാൻ എത്ര നന്നായിട്ട് ഇത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചവനായിരുന്നു. എന്നാൽ പരാജയത്തിൻ്റെ മുന്നിൽ അദ്ദേഹം എണ്ണി, ഞാനത് വിചാരിച്ച ഒരു സ്വപ്നം മാത്രമായിരുന്നു, എനിക്കത് കഴിയത്തില്ല എന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ യോഗ്യനല്ല എന്നുള്ളൊരു നിലയിലേക്ക് താൻ ചുരുങ്ങിയപ്പോൾ കർത്താവ് പിന്നെയും അവനെ വിളിച്ച് കമ്മീഷൻ ചെയ്യുന്ന അനുഭവം. നമ്മൾ കർത്താവിന് വേണ്ടി കണ്ട സ്വപ്നങ്ങളും അവന് വേണ്ടി ആയിത്തീരണമെന്ന് വിചാരിച്ച വിചാരങ്ങളൊന്നും വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ സ്വാധിതമാക്കുന്ന, അതൊക്കെ നിവർത്തിക്കുന്ന കർത്താവ് തന്നെയാണ്. നമ്മുടെ സ്വന്തം ശക്തിയിലും നമ്മുടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്തയിലൂടെ അല്ല. നമ്മുടെ കഴിവില്ലായ്മ നാം ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുമ്പോൾ ഓരോ നിമിഷവും അയോഗ്യനാണ് കർത്താവേ, അയോഗ്യനാണ് കർത്താവേ എന്ന് നാം നമ്മുടെ കഴിവില്ലായ്മ വെളിപ്പെടുത്തുമ്പോൾ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ശക്തി കൊണ്ട് നമ്മളെ നിറച്ച് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ കഴിവില്ലായ്മ വെളിപ്പെടുത്തുന്നതിനെ ഒരു അയോഗ്യതയായിട്ടല്ല, അതിനെ ഒരു യോഗ്യതയായിട്ട് കാണുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാനായിട്ട് കർത്താവ് ഈ പകൽക്കാലം നമുക്കിടയാക്കി തീർക്കട്ടെ. 3 പ്രാവശ്യം അവൻ തള്ളി പറഞ്ഞു, 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ അവനെ ഏറ്റുപറയാനും ഇവയേക്കാൾ അധികമായിട്ടെല്ലാം സേവിക്കുന്നു എന്ന് പറയാനും ഓരോ പ്രാവശ്യവും അവനൊരു കമ്മീഷൻ കൊടുക്കുന്നു. ഇതിന് മുന്നേ ഒരു കമ്മീഷൻ കൊടുത്തായിരുന്നു, ഞാൻ നിന്നെ മത്സ്യത്തെ പിടിക്കുന്നവനല്ല, മീനെ പിടിക്കുന്നവനല്ല, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് ഒരു കമ്മീഷൻ വിളിച്ച സമയത്ത് തന്നെ കൊടുക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ ഈ തള്ളിപ്പറച്ചിലോടുകൂടെ ഒരുപക്ഷെ അതെല്ലാം കാറ്റിൽ പറന്നു പോയി എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ വേറെ ചില കമ്മീഷനും കൂടെ കർത്താവ് കൊടുക്കുകയാണ്. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, നീ എൻ്റെ ആടുകളെ മേയ്ക്ക എന്നിങ്ങനെ കർത്താവ് അവിടെ പറയും. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്നും നീ എൻ്റെ ആടുകളെ പാലിക്ക എന്നും പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, താൻ എങ്ങനെ മരണം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തും എന്നും കൂടെ അവിടെ വെളിപ്പെടുത്തുക. നീ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ നീ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ? എത്ര കൃത്യമായിട്ടാ കർത്താവ് അവനോട് പറയുന്നത്. ഒരു ദൈവദാസൻ ഇതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 12-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ യാക്കോബിനെയും പത്രോസിനെയും കൂടെ ഹെരോദാവ് പിടിച്ച് തടവിലാക്കിയെങ്കിലും യാക്കോബിനെ വെട്ടിക്കൊന്നു, എന്നാൽ പത്രോസ്ലിയ സമാധാനമായിട്ട് കിടന്നുറങ്ങുക. പത്രോസ്ലിയായെ വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചതിന്റെ തലേ രാത്രി. എങ്ങനെയാണ് പത്രോസ്ലിയായ്ക്ക് ഉറക്കം വന്നത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം പറയുമായിരുന്നു.
കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു, നീ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ, അതിനു മുന്നേ നീ മരിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പെർഫെക്റ്റ് പീസിൽ അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങുക. കാരണം എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം 2 പ്രാവശ്യം ആ കാരാഗൃഹത്തിൽ നിന്ന് അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പം അപ്പോസ്തലന്മാരെ രക്ഷിക്കുന്നതായിട്ട് കാണുന്നത് 2 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അത്ര കൃത്യമായിട്ട്, കാരണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിൽ നിന്ന് മാറ്റാനായിട്ട് ഒന്നിനും സാധ്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി വിചാരിച്ചാൽ പോലും ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളല്ലാതെ അതിലപ്പുറത്തേക്ക് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല. ഓരോ കാരാഗ്രഹത്തിൻ്റെയും ഓരോ ഇതിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് കർത്താവിൻ്റെ കയ്യിലുണ്ട്. അവൻ തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്നു എന്ന് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കും. നോക്കിയാട്ടെ, അവിടെ നമ്മൾ അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇവിടെ വേറൊരു കമ്മീഷനും കൂടെ കൊടുക്കുക, എൻ്റെ ആടുകളെ നീ പാലിക്കുക. പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ മൂപ്പന്മാരായ നിങ്ങൾക്കൊരു കൂട്ടുമൂപ്പനും. അപ്പൊ കൂട്ടുമൂപ്പനായിട്ട് താൻ അവരെ പ്രബോധിപ്പിക്കുക, അവർക്ക് എഴുതുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ചിന്തിക്കത്തക്കവണ്ണം, പരാജയത്തിന്റെ പടുകുഴിയിലും ഇനി ഞാൻ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും, കൂടെയുള്ള ശിഷ്യന്മാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ച്, ഇനി പഴയ ജീവിതമേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ, കാരണം ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു എന്ന് വിചാരിച്ച അതേ വ്യക്തിയോട് പറയുകയാണ്, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്നെ ഞാൻ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നീ എൻ്റെ ആടുകളെ പാലിക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്ക, കുഞ്ഞാടുകളെ മേയ്ക്ക എന്നിങ്ങനെ അദ്ദേഹത്തെ കമ്മീഷൻ ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എത്ര നല്ലവനായ കർത്താവ്. ഇത്രയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്ന പത്രോസ്ലീഹയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു കാണും. കർത്താവെ, ഞാൻ യൂസ്ലെസ് ആണ്, ഈ 3.5 വർഷം സ്പെൻഡ് ചെയ്തതും എൻ്റെ ജീവിതത്തിലൊരു നഷ്ടപ്പെട്ട വർഷങ്ങളായിട്ട് പോയല്ലോ കർത്താവ് എന്ന് ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് സന്തോഷിക്കത്തക്കവണ്ണം അദ്ദേഹം ഒരുപക്ഷെ ഒരിക്കലും ആഗ്രഹിച്ചതുപോലെ ഈ പരാജയത്തിൻ്റെ പടികുഴിയിൽ നിന്ന് കർത്താവ് അവനെ പിടിച്ച് കർത്താവ് അവൻ ആഗ്രഹിച്ചതുപോലെ ദൈവസ്നേഹത്തിൽ അവനെ ഉറപ്പിക്കുകയും കർത്താവ് കമ്മീഷൻ ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അന്നേരമാണ് ചോദിക്കുന്നത്, എൻ്റെ അടുത്ത ഒപ്പോണൻ്റ് ഉണ്ടല്ലോ, ഈ അടുത്ത റൈവൽ എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലല്ല, സ്നേഹമാണ്, എന്നാൽ തന്നെ ഒരു അടുത്തടുത്ത് തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന വേറൊരാളുണ്ടല്ലോ, എന്നേക്കാൾ മുന്നേ ഓടിയവനുണ്ടല്ലോ, കർത്താവിൻ്റെ മാറോട് ചാഞ്ഞ് അത് ആരാകുന്നു എന്ന് ചോദിച്ചവനുണ്ടല്ലോ, ഞാൻ ഓടിപ്പോയപ്പോഴും ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഒരുത്തനുണ്ടല്ലോ, കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ച ഒരുത്തനുണ്ടല്ലോ, ഇപ്പം മനുഷ്യനെ പിടിക്കുക എന്നുള്ളതും അതുപോലെ കുഞ്ഞാടുകളെ മേയ്ക്കുക എല്ലാ കമ്മീഷനും ഇപ്പം എന്നെയാണല്ലോ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഡ്യൂട്ടി ഒന്നും ഇല്ലേ? നമുക്ക് പലപ്പോഴും ഒരുപക്ഷെ തോന്നാവുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ അവിടെ കർത്താവ് പറയുകയാണ്, അവനെക്കുറിച്ചുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ വരുന്നത് വരെ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ, അതിന് പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അത് ഈഫ് എന്നാ പറയുന്നത്, കണ്ടീഷണൽ ക്ലോസാ പറഞ്ഞേക്കുന്നത്, ആണെങ്കിൽ. അല്ലാതെ ഞാൻ വരുന്നവരെ ജീവിച്ചിരിക്കുമെന്നല്ല പറഞ്ഞ, ആണെങ്കിൽ നിനക്കെന്ത്. അതിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അവിടുത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാനായിട്ട് കഴിയും, അത് ദൈവഹിതമെങ്കിൽ അങ്ങനെയാണ്, നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ചെയ്യ്. നമുക്കറിയാമല്ലോ, തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പം പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ഗോപുരത്തിന്റെ വാതിക്കൽ അവിടെ ആ മുടന്തനെ സൗഖ്യമാക്കുന്നതും അതുപോലുള്ള കാര്യങ്ങൾ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമുക്കറിയാം. നമുക്ക് ഈ ലീഡർഷിപ്പിനെ പറ്റി സ്ഥാനത്തെ പറ്റിയും ചിന്തിക്കുന്നവർ, അയ്യോ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയല്ലോ, പിന്നെ എനിക്കെന്തോ അവിടെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇന്ന പോലെ എനിക്കെന്തോ അവിടെ കാര്യമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ദൈവസഭയ്ക്ക് ഇതുപോലത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നുമില്ല. പത്രോസ്ലീഹായെ ഒന്ന് കമ്മീഷൻ ചെയ്തെന്ന് വെച്ചിട്ട് യോഹന്നാന് കൊടുക്കാനായിട്ട് കർത്താവിന്റെ കയ്യിൽ ശുശ്രൂഷ ഇല്ലാതില്ല, അല്ലെങ്കിൽ ബാക്കി അപ്പോസ്തലന്മാർക്ക് കൊടുക്കാനായിട്ടുള്ള ശുശ്രൂഷ കർത്താവിന്റെ കയ്യിലുണ്ട്. നേതൃത്വം ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഇതിനെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ അവനെ റിസ്റ്റോർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ബാക്കി ആർക്കും ശുശ്രൂഷ ഇല്ലെന്നല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, അയ്യോ സാറേ എന്തോ പറയാനാ, സാറിന് കാശെടുത്ത് തരണമെന്നുണ്ട്, എന്നാൽ എൻ്റെ കാശിൻ്റെ മേത്ത് വേറെ ആരാണ്ടൊക്കെ കൊണ്ടുവന്ന് കിട്ട്, അത് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ ചിലരുടെ വിചാരം ദൈവത്തിൻ്റെ വിളി അങ്ങനെയൊക്കെയാണെന്നാ. ഒരാളെ വിളിച്ചെന്ന് വെച്ച് അതോടെ മുഖം വാടിപ്പോവുക,
അയ്യോ എനിക്ക് പിന്നെ വിളിയില്ലയോ? അത് ഭാരപ്പെടേണ്ട സഹോദരങ്ങളെ. അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള വിളി, അതുപോലെ തന്നെ കർത്താവിൽ വിശ്വാസത്താൽ നമുക്ക് എന്തൊക്കെ ആയി തീരാമെന്ന് നമ്മൾ വിചാരിക്കുന്നോ അത്ര ശ്രേഷ്ഠമായ വിളിയും കാര്യങ്ങളും ഒക്കെ കർത്താവിൻ്റെ കയ്യിൽ നമുക്ക് വേണ്ടിയും ഉണ്ട്. അങ്ങനെ അവൻ്റെ നിയോഗങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ട്. അവൻ നമ്മളെ ഉപയോഗിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത് നനയ്ക്കുന്നത് ഉപരിയായിട്ട് നമ്മളെ തൻ്റെ സ്നേഹത്തിൽ നിറച്ച് നടത്താനുമുള്ള വഴികൾ, ആലോചനകളും കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഒരാൾക്ക് കൊടുത്തെന്ന് വെച്ചത് തീർന്നൊന്നും പോയിട്ടില്ല. നോക്കിയാട്ടെ, നമുക്കറിയാമല്ലോ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ഈ ദൈവഭക്തന്മാര് 1-ാം നൂറ്റാണ്ടിൽ ഈ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായിട്ടുള്ള ഈ വ്യക്തികൾ, ഇവർക്ക് ഈ പഠിപ്പ് ജ്ഞാനം എവിടെ നിന്ന്, ഇവർക്ക് ഈ ശക്തി എവിടെ നിന്ന്, ഇവർക്ക് അവരുടെ വാക്കുകളോട് എതിർത്ത് നിൽക്കാൻ ജ്ഞാനികൾക്ക് പോലും സാധിച്ചില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ദൈവ പരിശുദ്ധാത്മാവ് കരങ്ങളിലെടുത്ത ഈ ഭക്തന്മാർക്ക് വേണ്ടി, ഈ സാധാരണപ്പെട്ടവർക്ക് വേണ്ടി, കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, കർത്താവ് സ്നേഹിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിച്ച് അവരുടെ കൈമുതലായിട്ട് സ്നേഹം മാത്രമേ ഉള്ളൂ, വേറൊന്നും അവർക്ക് കൈമുതലായിട്ടില്ല. അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുകയും ഈ ദൗത്യം ഞങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ കൃപയിൽ ഞങ്ങൾ നിലനിൽക്കും, അവൻ ഞങ്ങളെ നടത്തുമെന്നുള്ള വിശ്വാസമല്ലാതെ വേറൊന്നും അവർക്ക് കൈമുതലായിട്ടില്ലാതെ അവർ മുന്നോട്ട് കടന്നു പോവുക. പ്രിയപ്പെട്ടവർ, എന്തൊരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് അവിടെ യോഹന്നാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കേണ്ടതിന് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇത് പറഞ്ഞ് ഈ പറയുന്നവനും ഈ സാക്ഷ്യം, കാരണം യോഹന്നാൻ തന്നെപ്പറ്റി തന്നെ തേർഡ് പേഴ്സണിൽ പറയുന്ന നിലയിൽ അവിടെ 24-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നിട്ട് പറയുക, കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ എഴുതുവാണെങ്കിൽ നമുക്കറിയാം യോഹന്നാൻ മറ്റുള്ള അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുള്ള പല അത്ഭുത പ്രവൃത്തികളും കർത്താവിൻ്റെ കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വിശേഷമായിട്ട് 7 അത്ഭുതങ്ങൾ എടുത്ത് പ്രത്യേകമായിട്ട് എഴുതി യേശു ദൈവപുത്രൻ നാം വിശ്വസിക്കേണ്ടതിന് വേണ്ടി എഴുതി തയ്യാറാക്കിയ ഒരു സുവിശേഷ സമാഹാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മുഴുവൻ എഴുതിയാൽ ഈ ലോകത്തിൽ തന്നെ പിടിക്കുകയില്ല എന്ന് അദ്ദേഹം അത് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും വരുമ്പോഴും തെറ്റിപ്പോയി കർത്താവേ, പറ്റിപ്പോയി കർത്താവേ, എനിക്ക് കഴിവില്ലാതെ പോയി കർത്താവേ, ഞാൻ വീം പഠിച്ചത് മാത്രമേ, എൻ്റെ ഉള്ളിൽ ആ ശക്തി ഇല്ലായിരുന്നു കർത്താവേ എന്ന് പറയുമ്പോൾ പോടാ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന കർത്താവല്ല. നമ്മുടെ പരാജയം എന്താണെന്നും നമ്മുടെ കഴിവില്ലായ്മ എന്താണെന്നും നാം തിരിച്ചറിയുമ്പോൾ അതിൽ നിന്നും 10 മടങ്ങായിട്ട് നമ്മളെ നിലനിർത്തുകയും ഉപയോഗിക്കുകയും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുകയും, ഒരിക്കൽ പത്രോസ് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി മരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ആ ആഗ്രഹം കൂടെ കർത്താവ് സാധിപ്പിച്ചു കൊടുത്തു എന്നത് അബ്രഹാം പാസ്റ്റർ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. ഏതുവിധം മരിക്കും, അതെ ഞാൻ നിനക്ക് വേണ്ടി ഒരു ജീവൻ വെച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു വീമ്പിളക്കിയതാ. എന്നാൽ ആ വീമ്പിളക്കലല്ല, പിന്നെ യഥാർത്ഥമായിട്ടും അത് സമചിത്തതയോടുകൂടെ തന്നെ ആ കാര്യങ്ങളെ കാണാനും ആ മരണത്തെ നേരിടാനും തക്കവണ്ണം തൻ്റെ ഭക്തനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചില വീമ്പിളക്കലുകളും യാഥാർത്ഥ്യത്തോട് ബന്ധമില്ലാത്ത നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള നമുക്ക് തന്നെയുള്ള ഇവാലുവേഷനും അത് മേൽത്തരമാണ്, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണെന്ന് വിചാരിക്കുന്ന വിചാരമൊന്നുമല്ല. കർത്താവും നമ്മുടെ ഒന്നുമില്ലായ്മ വെളിപ്പെടുത്തക്കവണ്ണം ഇതുപോലുള്ള ചില കടൽ തീരത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അതുപോലുള്ള ചില ശോധനാ സമയങ്ങളിലൂടെ നമ്മളെയും കടത്തി വിടുമ്പോഴും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്നല്ല, ആ ശാശ്വതമായ കരങ്ങളിൽ ചാരുവാൻ, ശാശ്വതമായ കൃപയിൽ ആശ്രയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.